PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും യൂത്ത് കോൺഗ്രസ് ദേശീയ നേതാക്കളെയും തല്ലിച്ചതച്ച ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ നിലമ്പൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തിന് നേരെ നടന്ന ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായിട്ടാണ് നിലമ്പൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസ് തുടങ്ങിയ പ്രകടനം ടൗൺ ചുറ്റി നിലമ്പൂർ ജംഗ്ഷനിൽ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ എത്രയോ വിദ്യാർത്ഥികൾ നമുക്കറിയാം, ഒരു വർഷവും 2 വർഷവും കോച്ചിങ് നടത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷകളിൽ ഒന്നായിട്ടുള്ള നീറ്റ് എക്സാം അത് കുട്ടികളെല്ലാവരും എഴുതുകയാണ്. നമുക്കറിയാം, ഈ നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുട്ടികൾക്ക് തലേ ദിവസം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സാഹചര്യം നമുക്കറിയാം. രാജ്യം മുഴുവൻ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ എല്ലാ തസ്തികകളിലേക്കും RSS നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യപേപ്പറുകൾ ചോർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഇപ്പോൾ നമുക്കറിയാം സൈന്യത്തിൽ വരെ RSS വൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 4 വർഷവും 5 വർഷവും മാത്രമുള്ള ചെറിയ പീരീഡിലേക്ക് ആളുകളെ വെച്ചുകൊണ്ട് സൈന്യത്തിൽ പോലും RSS വൽക്കരണം നടത്തുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് 20 ദിവസം ജയിലിൽ കടന്നിട്ടുള്ള സാഹചര്യം നമുക്കറിയാം. ഇവിടെ ഇടതുപക്ഷ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ NDA സർക്കാരിനെതിരെയും നിരന്തരം സമരം നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് അതിക്രൂരമായിക്കൊണ്ട് പരിക്കേൽക്കുന്ന സാഹചര്യം നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു ഏനാന്തി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ആസിഫ് TMS, അർജുൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ രാഹുൽ പാണക്കാടൻ, സമദ് ചന്തക്കുന്ന്, ഫിറോസ് മയ്യന്താനി, ഷിബിൽ റഹ്മാൻ, മൂർഖൻ മാനു, യൂസഫ് കാളിമഠത്തിൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. N4 ന്യൂസ്, നിലമ്പൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.